ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കുഞ്ഞു വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇത് വേറെ ഒന്നുമല്ല കൂട്ടുകാരെ, മഴ കാരണം ഞങ്ങൾക്ക് തുണികളൊക്കെ കഴുകിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വീട് വെച്ച സമയത്ത് കെട്ടിയ കാറ്റാടി കഴിയൊക്കെയാണ്. അപ്പോൾ അത് മൊത്തവും ചെത്ത് പൊടിഞ്ഞു പോയി. അത് കാരണം ഞാൻ തുണി കഴുകിയിടും, അയ പൊട്ടി വീടും, തുണി കഴുകിയിടും, അയ പൊട്ടി. അയ പൊട്ടണതല്ല, കമ്പൊടിഞ്ഞു വീണതാണ് കാരണം. അപ്പോൾ ഇത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അണ്ണനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പുതിയ കാറ്റാടി കഴ വാങ്ങിച്ച് അത് മുറിച്ച് അയ കെട്ടി താഴണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് അപ്പോഴും അണ്ണൻ വിചാരിച്ച് കമ്പ് വാങ്ങിക്കണതിനെക്കാട്ടും നല്ലതല്ലേ ഈ കമ്പി പോലത്തെ സാധനമില്ലേ, അത് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ അണ്ണൻ പറഞ്ഞ ബുദ്ധിയിൽ നമ്മൾ പോയി അത് വാങ്ങിച്ചു. അപ്പം പോയി വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഇതിലുണ്ട് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഇവിടെ ഒരു കടയിലാണ്, ഇരുമ്പ് കടയിൽ. ഇരുമ്പ് കടയെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ശബ്ദം കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര മെഷീൻ ഈ കട്ടൊക്കെ ചെയ്യില്ല, ഇരുമ്പ് വലിക്കുമ്പോഴും ഉള്ള ഒച്ചയും ബഹളവും എല്ലാം കേൾക്കും കൂട്ടുകാരെ. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ശബ്ദം മാറ്റിയിട്ട് ഇതിൻ്റെ ശബ്ദം കൊടുക്കണം. കാരണം എനിക്ക് കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്ത് അത് കോപ്പിറൈറ്റായിട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതെന്ന് മനസ്സിലാക്കി തന്നവർ വലിയ ഉപകാരമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതുപോലെ പണി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇപ്പം പഠിച്ചു വരണതേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പം ഞാനിതേ ഇവിടെ നിന്ന് എൻ്റെ സാരഥി, എൻ്റെ ഓട്ടോക്കുറം പയ്യൻ, എൻ്റെ അണ്ണൻ. കാരണം ഈ പയ്യനാണ് ഞാൻ എവിടെ വിളിച്ചാലും അവന് ഓട്ടയും കൊണ്ട് വരും. കാരണം അവനാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അണ്ണൻ പറഞ്ഞ കണക്ക് നമ്മളിത് ഈ കടയിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ ആവശ്യമുള്ള ഇരുമ്പ് വാങ്ങിക്കാൻ വന്നതാണ്. പക്ഷേ ഈ കടയിൽ നിന്ന് എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഇന്ന് വരെ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ലെന്നാണ് സത്യം. കാരണം എൻ്റെ വീട് വെച്ചപ്പോൾ ഒരൊറ്റ സാധനം ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഏജൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഷീറ്റ് ഇത് മുറിച്ചെടുത്ത് നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വെൽഡ് ചെയ്ത് മറ്റേ അയ കിട്ടണം ഇതൊക്കെ ക്ലാമ്പൊക്കെ അടുപ്പിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല. അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ അത് നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിന്നുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ പോയിട്ടാണ് തിരിച്ച് വീട്. ആദ്യത്തെ കമ്പി ഇതേ വച്ചു കഴിഞ്ഞു. ഇത്രയും പൊക്കമുണ്ട് കേട്ടോ. ഞാൻ അതാ പറഞ്ഞു ഇത്രയും പൊക്കം വേണ്ട, 6 ഇഞ്ച് പൊക്കം മതിയെന്ന് പറഞ്ഞു. വാങ്ങിച്ച ഇത് നല്ല ഉപകാരമാണ്. പിന്നെ അടുത്തതും കൂടെ വയ്ക്കണ്ട്. അപ്പം ഗൈസ് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 3 തൂണ് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വച്ചപ്പോഴത്തേക്കൊരു സംഭവം ഉണ്ടായേ ഗൈസ്, ഞാൻ പിന്നെ പറഞ്ഞത് ഒന്ന് പറ. കെട്ടിയിട്ട് അവിടെ കെട്ടിക്കഴിഞ്ഞു മൂടിച്ച് ചിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചിരിക്കണമെന്ന്. എനിക്ക് അന്നേരം ചിരി വന്നില്ല, ഇപ്പോഴാണ് ചിരി വന്നത്. ആലോചിച്ചപ്പോഴാണ് ചിരി വന്നത്. ഗായ്സ് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അയൊക്കെ കെട്ടി നമുക്ക് തുണികളൊക്കെ കഴുകിയൊക്കെ ഇടാം. അപ്പോൾ ഇന്ന് ഇച്ചിരി വെയിലൊക്കെ മാറി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇന്നിപ്പം തുണി കഴുകാൻ സമയമില്ല, എനിക്ക് അടുക്കളയിലോട്ട് കയറണം. ഇനി മേലാണ് എനിക്ക് അടുക്കളയിലോട്ട് കയറേണ്ടത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.